STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി മാറ്റിവെച്ച 600 കോടിയിൽ അധികം കവർന്ന സർക്കാരാണ് 100 കോടിയുടെ വാർഷിക മാമാങ്കം നടത്തുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ. എഴുതിക്കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനെയാണ് വികസന ചർച്ചയാക്കി അവതരിപ്പിക്കുന്നതെന്നും വിമർശനം. SC/ST ഫണ്ട് വെട്ടിക്കുറച്ചിൽ പ്രതിഷേധിച്ച് ദളിത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരം പാലക്കാട്. എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള മെയ് 18 മുതൽ 24 വരെ തൃശ്ശൂരിൽ. ഭക്ഷ്യകാർഷിക മേളകൾ, സെമിനാറുകൾ, സിനിമാ പ്രദർശനങ്ങൾ മേളയുടെ ഭാഗമാകും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗം വ്യാഴാഴ്ച തൃശ്ശൂരിൽ. പഴയന്നൂരിൽ മിനി ലോറി ഇടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മങ്കരയിൽ ഷോക്കേറ്റ യുവാവ് മരിച്ചു. ചേലക്കരയിൽ തെങ്ങിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. വാർത്തകൾ വിശദമായി. പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി മാറ്റിവെച്ച 600 കോടിയിൽ അധികം കവർന്ന സർക്കാരാണ് 100 കോടിയുടെ വാർഷിക മാമാങ്കം നടത്തുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ. എഴുതിക്കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനെയാണ് വികസന ചർച്ചയാക്കി അവതരിപ്പിക്കുന്നതെന്നും C. ചന്ദ്രൻ പറഞ്ഞു. SC/ST ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ ദളിത് കോൺഗ്രസ് പാലക്കാട്ട് നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ പെൻഷൻ 17 മാസമായി മുടങ്ങിയതുകൂടാതെ പദ്ധതികൾക്കായി വകയിരുത്തിയ കോടികൾ വകമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യ കേരളത്തിന് ശേഷം ഇത്രയധികം വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ സർക്കാർ കേരളത്തിലുണ്ടായിട്ടില്ല. ആശാ വർക്കർമാർ മുതൽ അംഗൻവാടി ജീവനക്കാർ വരെ പട്ടിണിയിലാണ്. ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനുള്ള PR വർക്കുകളാണ് CPIM സർക്കാർ നടത്തുന്നതെന്നും C. ചന്ദ്രൻ പറഞ്ഞു. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും മോശമായ സാമ്പത്തിക സ്ഥിതിയിലൂടെ മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെൻറ് വികസന ക്ഷേമകാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ വിഭാഗങ്ങൾക്കും നൽകേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകേണ്ട തുക കോടാനും കോടി രൂപ കവർന്നെടുക്കുന്ന സമീപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ജില്ലാ പ്രസിഡന്റ് നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, C. പ്രേം നവാസ്, സ്വാമിനാഥൻ, പൊന്നപ്പൻ, AK വേലായുധൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശ്ശൂരിൽ എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള മെയ് 18 മുതൽ 24 വരെ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടക്കും. മേളയോടനുബന്ധിച്ച് വ്യാഴാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗം നടക്കുമെന്ന് മന്ത്രിമാരായ K. രാജൻ, R. ബിന്ദുവും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭക്ഷ്യകാർഷിക മേള, സെമിനാറുകൾ, സിനിമാ പ്രദർശനങ്ങൾ എന്നിവയാണ് മേളയോടനുബന്ധിച്ച് നടക്കുക. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ യോഗവും മേളയും സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ വ്യത്യസ്ത മേഖലകളിലെ ക്ഷണിക്കപ്പെട്ടവർ പ്രതിനിധികളായെത്തുന്ന ജില്ലാതല യോഗം ബുധനാഴ്ച രാവിലെ 10:30 മുതൽ 12:30 വരെ തൃശൂർ കാസിന ഹോട്ടലിൽ നടക്കും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 500ഓളം അതിഥികൾ യോഗത്തിൽ പങ്കെടുക്കും. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന മേള മെയ് 18 വൈകുന്നേരം 5 മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ഡോക്ടർ R. ബിന്ദു അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന ദിവസം വൈകിട്ട് 4 മണിക്ക് സ്വരാജ് റൗണ്ടിൽ CMS സ്കൂൾ മുതൽ തേക്കിൻകാട് വിദ്യാർത്ഥി കോർണർ വരെ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ 10,000-ലധികം ആളുകൾ അണിനിരക്കും. 186 സ്റ്റാളുകളിലായി നമ്മുടെ സംസ്ഥാനത്തെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളായിരിക്കും അതിൽ പ്രധാനമായിട്ട് സ്റ്റാളുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ തീം സ്റ്റാളുകൾ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ നല്ല ശ്രദ്ധേയമായിട്ടുള്ള വിപണന മേളയും, കേവലം ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങളുടെ പ്രദർശനം മാത്രമല്ല, വളരെ വിപുലമായിട്ടുള്ളൊരു വിപണന മേളയും അതിന്റെ ഭാഗമായിട്ട് നടത്തുകയാണ്. വിദ്യാർത്ഥി കോർണർ മുതൽ തെക്കേ ഗോപുരതറ വരെയുള്ള വലിയ പ്രദേശത്താണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ തീം സ്റ്റാളുകളും കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും ഉൾപ്പെടെ ശീതീകരിച്ച 189 സ്റ്റാളുകളിൽ സർക്കാർ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാകും. ഭക്ഷ്യകാർഷിക മേള, സെമിനാറുകൾ, സിനിമാ പ്രദർശനം എന്നിവ മേളയുടെ ഭാഗമാകും. ദിവസേന രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയായിരിക്കും പ്രദർശനം. മേളയുടെ ഭാഗമായി ദിവസേന വൈകിട്ട് സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പഴയന്നൂരിൽ ലോറി ഇടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. അത്താണിപ്പറമ്പ് സ്വദേശി സുകുമാരൻ്റെയും വള്ളിയുടെയും മകനായ 17 വയസ്സുള്ള വിജയാണ് മരിച്ചത്. അമിത വേഗത്തിൽ വന്ന മിനി ലോറിയാണ് വിദ്യാർത്ഥിയെ ഇടിച്ചു തെറിപ്പിച്ചത്. സംഭവം നടന്ന ഉടനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിതാവ് മരിച്ച് 40 ദിവസം മകൻ ടൈൽസ് പണിക്കിടെ ഷോക്കേറ്റ് മരിച്ചു. പിരായിരി കല്ലേക്കാട് മാമ്പ്ര പിലാശ്ശേരി വീട്ടിൽ അബ്ദുസലാമിന്റെ മകൻ 21 വയസ്സുള്ള ഷെഫീഖാണ് മരിച്ചത്. മങ്കര ഓരമ്പള്ളത്ത് വീട്ടിൽ ടൈൽസ് പണി നടക്കുന്നതിനിടയിലാണ് യുവാവിന് ഷോക്കേറ്റത്. ഉടനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടെയുണ്ടായിരുന്ന സുഹൃത്തും ഷോക്കേറ്റ് ചികിത്സയിലാണ്. ഷെഫീഖിന്റെ പിതാവ് ഏപ്രിൽ 7 ഹൃദയാഘാതം മൂലം മരിച്ചത്. ചേലക്കരയിൽ തെങ്ങ് കയറുന്നതിനിടെ വീണ് വയോധികന് ദാരുണാന്ത്യം.
ചേലക്കര കാളിയ റോഡ് സ്വദേശി 64 വയസ്സുള്ള അഷ്റഫാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് സംഭവമുണ്ടായത്. ഉടൻ ചേലക്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മണ്ണൂർ കല്ലമ്പക്ക് BSNL ടവർ മുറിയിലെ മോഷ്ടാക്കളെ പോലീസ് പിടികൂടി. പിടിയിലായത് തേനൂർ പുള്ളോട് അയറോട്ടിൽ 40 വയസ്സുള്ള സത്യരാജും തേനൂർ കല്ലേമൂച്ചിക്കൽ അമ്പാടന്മാരിൽ 37 വയസ്സുള്ള ശിവദാസും. മങ്കര കല്ലൂർ കണ്ടമ്പക്ക ക്ഷേത്രത്തിനടുത്തുള്ള BSNL ടവറിന്റെ മുറിയിൽ നിന്ന് 5 ബാറ്ററി സെൽ, 5 മീറ്റർ കോപ്പർ കേബിൾ, 3 ഇരുമ്പ് റാക്ക് എന്നിവ മോഷ്ടിച്ചതായാണ് പരാതി. മെയ് 12-നാണ് മോഷണം നടന്നത്. തുടർന്ന് BSNL ടവർ വിഭാഗം JTO രാമസ്വാമി മങ്കര പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. കേസെടുത്തയുടൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്താനായത്. ഇൻസ്പെക്ടർ A. പ്രതാപ്, ASI മണികണ്ഠൻ, സിവിൽ പോലീസ് ഓഫീസർ ബിജു, സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർമാരായ CR സുരേഷ് കുമാർ, CT ബാബുരാജ്, സീനിയർ പോലീസ് ഓഫീസർ ജ്യോതിഷ് ബാബു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അഡ്വക്കേറ്റ് ജെബി മേത്ര MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് മുള്ളൂർക്കരയിൽ സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ജനിച്ചു വളർന്ന കോഴിക്കോട് ജില്ലയിൽ വടകരയിലെ ഒഞ്ചിയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണക്കാരുടെ പാർട്ടി, തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പാർട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മൂലധനം പഠിച്ചുകൊണ്ട് കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ച TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഖാവ് തന്റെ പ്രസ്ഥാനത്തിന്റെ പാർട്ടി സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയനോടും നേതാക്കന്മാരോടും പറഞ്ഞു, പാർട്ടി പോകുന്നത് തെറ്റായ ദിശയിലൂടെയാണ്, ആ തെറ്റ് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അത് പോകാൻ തയ്യാറായിട്ടില്ല എങ്കിൽ പാർട്ടിയുടെ ആശയങ്ങൾ മുറുകെ പിടിച്ച് ഞങ്ങൾ ഈ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം, തെറ്റ് തിരുത്തണം. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ജയശ്രീ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല, മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മായ ഉദയൻ, NS വർഗീസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ്, മണ്ഡലം പ്രസിഡന്റ് NK പ്രകാശൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K. നാരായണൻകുട്ടി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ് നരിപ്പറ്റ, INTUC മണ്ഡലം പ്രസിഡന്റ് MM നൌഷാദ്, PV സുലൈമാൻ, വാർഡ് മെമ്പർമാരായ K. മൊഹീദ്ദീൻ, കണ്ണൻ, മഹിളാ കോൺഗ്രസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂരിൽ EK നായനാർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും സമ്മാന വിതരണവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇപ്പോൾ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് ജനങ്ങളുടെ സഹായത്തോടെ മാത്രമേ ചെയ്യാൻ കഴിയൂ. സുമനസ്സുകൾ ആരൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്, അതൊന്നും നമ്മൾ ഒഴിവാക്കാറില്ല. എല്ലാ സഹായങ്ങളും സ്വീകരിക്കുകയാണ്. ഇവിടെ സൊസൈറ്റിയുടെ ഭാഗമായി വീടുകൾ ഓരോ ആഴ്ചകളിലും അല്ലെങ്കിൽ ആവശ്യമുള്ളിടത്ത് കിടപ്പ് രോഗികളായ ആളുകളെ നേരിട്ട് പോയി കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ രാജകുമാരനുണ്ണി മുഖ്യാതിഥിയായി. EK നായനാർ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താനായി വിറ്റഴിച്ച സമ്മാന കൂപ്പണിൽ സമ്മാനം ലഭിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. ഒന്നാം സമ്മാനമായി അടിച്ച 1 ലക്ഷം രൂപയുടെ സ്കൂട്ടർ തിരിച്ച് നായനാർ ചാരിറ്റിക്ക് തന്നെ സംഭാവനയായി നൽകിയ പത്തിരിപ്പാല സർക്കാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PN ജയരാമനെ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനത്തെ MLA അഭിനന്ദിച്ചു. പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും A+ നേടിയ വിദ്യാർത്ഥികളെ MLA ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ EK നായനാർ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് 1/2 ലക്ഷം രൂപയുടെ ആദ്യ സഹായം നൽകിയ മണ്ണൂർ രാജകുമാരനുണ്ണിയെയും MLA ഉപഹാരം നൽകി ആദരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ PN ജയരാമൻ, മണ്ണൂർ രാജകുമാരനുണ്ണി, CPIM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, TR ശശി, ബ്ലോക്ക് അംഗം PS. അബ്ദുൾ മുത്തലവി, P. നാരായണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV. സ്വാമിനാഥൻ സ്വാഗതവും VK. മുരളി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര കണ്ണമ്പരിയാറും ഞാറക്കോട് ഭഗവതിക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ഭാഗവത സപ്താഹവും മെയ് 15 മുതൽ 23 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് കല്ലംവള്ളി ജയൻ നമ്പൂതിരിയാണ് മുഖ്യ യജ്ഞാചാര്യൻ. 15 വ്യാഴാഴ്ച വൈകിട്ട് 5 ആചാര്യന്മാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. വൈകിട്ട് 6 കേരള സന്യാസി സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി HH പ്രഭാകരാനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി യജ്ഞം ഉദ്ഘാടനം ചെയ്യും. 23 വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിന ഉത്സവം നടക്കും. എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഭക്തരുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 17ാമത് പ്രതിഷ്ഠാദിനവും 10ാമത് സപ്താഹ യജ്ഞവും മെയ് 15 മുതൽ 23 വരെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കൊല്ലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
എല്ലാ ദിവസവും കലാപരിപാടികളും അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് കല്ലമ്പള്ളി നമ്പൂതിരിപ്പാടാണ് യജ്ഞാചാര്യൻ. അപ്പം ഈ പരിപാടിയിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുകയും ഈ സംരംഭം വളരെ വിജയപ്രദമാക്കാൻ എല്ലാവരുടെ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവതിയുടെ നാമത്തിൽ അഭിവാദ്യം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി മാറ്റിവെച്ച 600 കോടിയിൽ അധികം കവർന്ന സർക്കാരാണ് 100 കോടിയുടെ വാർഷിക മാമാങ്കം നടത്തുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. എഴുതിക്കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനെയാണ് വികസന ചർച്ചയാക്കി അവതരിപ്പിക്കുന്നതെന്നും വിമർശനം. SC/ST ഫണ്ട് വെട്ടിക്കുറച്ചിൽ പ്രതിഷേധിച്ച് ദളിത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരം പാലക്കാട്. എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള മെയ് 18 മുതൽ 24 വരെ തൃശ്ശൂരിൽ. ഭക്ഷ്യകാർഷിക മേളകൾ, സെമിനാറുകൾ, സിനിമാ പ്രദർശനങ്ങൾ മേളയുടെ ഭാഗമാകും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗം വ്യാഴാഴ്ച തൃശ്ശൂരിൽ. പഴയന്നൂരിൽ മിനി ലോറി ഇടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മങ്കരയിൽ ഷോക്കേറ്റ യുവാവ് മരിച്ചു. ചേലക്കരയിൽ തെങ്ങിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.